കോഴിക്കോട് മുക്കം ചെറുപുഴയിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ കാണാനില്ല. ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. രജീഷ് എന്ന യുവാവിനെയാണ് കാണാതായിരിക്കുന്നത്. ബൈക്കും മൊബൈൽ ഫോണും പുഴയരികിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. തെരച്ചിൽ തുടരുകയാണ്. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഷഹദ്, പറയൂ വിശദാംശങ്ങൾ. എസ് കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയാണ് ഈ രജീഷും ഒപ്പം തന്നെ രജീഷിന്റെ സുഹൃത്തും ഇത്തരത്തിൽ മീൻ പിടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. രജീഷിന്റെ സുഹൃത്ത് 2 മണിയോടുകൂടി തിരിച്ച് വീട്ടിലെത്തുകയും ചെയ്തു. എന്നാൽ രജീഷ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇതാണ് സംശയത്തിന് ഇടയാക്കിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ നാട്ടുകാരുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ മുക്കം കടവ് പാലത്തിന് സമീപം തിരച്ചിൽ നടത്തുന്നുണ്ട്. കാരണം ഒരു സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇവർ ഈ മീൻ പിടിക്കാൻ പോയ സ്ഥലത്ത് നിന്ന് ഈ രജീഷിന്റെ മൊബൈൽ ഫോണും ഒപ്പം തന്നെ ബൈക്കും കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ മറ്റൊരിടത്തേക്കും പോകാൻ സാധ്യതയില്ല എന്നതാണ് നിലവിൽ അനുമാനിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഈ പുഴയിൽ കാര്യമായിട്ട് വെള്ളവുമില്ല. അപ്പോൾ അത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു സ്ഥിരീകരണമില്ല. അപ്പോൾ ഇന്നലെ രാത്രി മുതൽ എന്തായാലും രജീഷ് മിസ്സിംഗ് ആണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ മീൻ പിടിക്കാൻ പോയതാണെങ്കിലും ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി വേറെ ഏതെങ്കിലും ആളുകളുടെ കൂടെ പോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതാണോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും ആകെ മൊത്തം ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. രജീഷിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയുമാണ്. ഫയർഫോഴ്സിന്റെയും ഒപ്പം തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് പരിശോധന തുടരുന്നത്. ഓക്കെ, താങ്ക് യു ഷഹദ് റഹ്മാൻ. അബ്ദുൽ മജീദ് പറയുന്നു, നിങ്ങൾ ആങ്കറുടെ ജോലി ചെയ്യൂ, നിങ്ങൾ CPM-ന്റെ മെഗാഫോൺ ആവരുത്, ഷെയിം ഓൺ യു, നിങ്ങൾ ആങ്കറുടെ ജോലി ചെയ്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഞാൻ എപ്പോഴും ആങ്കറിൻ്റെ ജോലിയാണല്ലോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് താങ്കളെ പ്രകോപിപ്പിച്ച ഒരു പ്രേക്ഷകൻ്റെ കത്ത്, ഒരു സന്ദേശം വായിച്ചപ്പോഴാണ്. എല്ലാ പാർട്ടിക്കാരുടെ യൂട്യൂബ് സന്ദേശം ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ആങ്കറുടെ പണിയല്ലേ നമ്മൾ ചെയ്യുന്നത്. എൻ്റെ അബ്ദുൽ മജീദ്, ഇതിലൊക്കെ കയറി ടെൻഷൻ ആയിക്കൊള്ളാമോ? അപ്പം അതുപോലെ സുരേഷ് കുമാറിന് അറിയേണ്ടത്, കൂരായണംകുട്ടി എവിടെയാണ്? കൂരായണംകുട്ടി പാരായണം ഉപേക്ഷിച്ച് പോയോയെന്ന് എനിക്ക് സംശയമുണ്ട്. ആ കുട്ടിക്ക് അവധി വേണമെന്ന് പറഞ്ഞു, അവധി എടുത്തു പോയി. അപ്പോൾ ഇനി അവധി കഴിഞ്ഞു വരുമ്പോൾ കൂരായണം തുടരും.